തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും ആമേൻ, തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും അശുദ്ധി കഴുകിക്കളയാത്തവരുമായ ഒരു തലമുറ, അശുദ്ധി കഴുകിക്കളയുവാൻ അറിയാത്തവരുമായ തലമുറ. ഒരിക്കൽ കൂടെ വായിക്കും. തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവർ, തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുകയും അശുദ്ധി കഴുകിക്കളയാത്തവരുമായ ഒരു തലമുറ, അശുദ്ധി കഴുകിക്കളയാൻ അറിഞ്ഞുകൂടാത്തവരുമായ തലമുറ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ജീവനാധാരമായ അൻപുള്ള കർത്താവേ, ഞങ്ങളുടെ മാറ്റമില്ലാത്ത തിരുവചനത്തിന്റെ സ്നേഹം അടിയുടെ ജീവിതത്തിൽ അത്യന്ത ശക്തിയോടും ഉപദേശ വെളിച്ചത്തോടും കൂടെ വെളിപ്പെടുമ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരും ഉൾക്കൊണ്ട് ഏറ്റെടുത്ത് അശുദ്ധി കഴുകിക്കളയുവാൻ തക്കതായ അഭിഷേകം, അശുദ്ധി തിരിച്ചറിയാൻ തക്കതായ അഭിഷേകം, അശുദ്ധി എന്ന് തിരിച്ചറിയാൻ തക്കതായ അഭിഷേകം അടിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കിട്ടുവാൻ തക്കവണ്ണം അടിങ്ങൾ എല്ലാവരെയും സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അടിങ്ങളെ മാത്രമല്ല, അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരുടെ ജീവിതത്തിൽ അശുദ്ധികളെ കുറിച്ച് തിരിച്ചറിഞ്ഞ് അശുദ്ധി കഴുകിക്കളയാൻ തക്കതായ ആത്മനിയോഗം പ്രാപിച്ചെടുക്കുവാൻ തക്കതായ മുന്നറിയിപ്പും ബുദ്ധിയുപദേശവും ഓരോരുത്തരുടെ ജീവിതത്തിൽ പ്രകാശിക്കപ്പെടുവാൻ തക്കതായ കൃപയ്ക്കായി സമർപ്പണം ചെയ്യുന്നു. ഒരുക്കപ്പെട്ട കൂട്ടായ്മയിൽ വെളിപ്പെടേണ്ട വചനങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വചനത്തിന്റെ വാതിൽ തുറക്കപ്പെടുവാനും ആമേൻ കേൾക്കേണ്ട വണ്ണം കേൾക്കുവാനും പ്രസ്താവിക്കേണ്ട വണ്ണം പ്രസ്താവിക്കുവാൻ തക്കതായ അഭിഷേകത്തിനായി നിങ്ങൾ എല്ലാവരെയും സമർപ്പണം ചെയ്തുകൊണ്ട് അങ്ങനെ ബലമുള്ള കീഴിൽ താഴ്ത്തും. നിത്യജീവൻ വാഗ്ദത്തം ചെയ്ത യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ചേർത്ത് വായിക്കാം. തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും, സ്തോത്രം, തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും അശുദ്ധി കഴുകിക്കളയാത്തവരുമായ ഒരു തലമുറ. അശുദ്ധി കഴുകിക്കളയാത്ത തലമുറ. എന്തുകൊണ്ടാണ് അശുദ്ധി കഴുകിക്കളയാത്തത്? തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നത് കൊണ്ട്. ഇന്നത്തെ ഭാഷ അടിസ്ഥാനത്തില് ഒരു വാക്ക് എടുത്തു പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു എന്ന് തോന്നുന്നത് കൊണ്ട് അശുദ്ധി കഴുകിക്കളയുന്നവർക്ക് തിരിച്ചറിവില്ല. സ്തോത്രം. അതിന് ഉദാഹരണമായിട്ടൊരു വാക്യം അവരോട് ചേർത്ത് വായിച്ചാൽ റോമലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം മുതൽ ചേർത്ത് വായിച്ചാൽ അല്ല ദൈവത്തിന്റെ ദയ, ഓർക്കണമേ, അല്ല ദൈവത്തിന്റെ ദയ നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ, നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ. എന്തുകൊണ്ടാണ് അശുദ്ധി കഴുകിക്കളയാൻ പറ്റാത്തത്? ദൈവത്തിന്റെ ദയ നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാത്തത് കൊണ്ടാണ്. അറിഞ്ഞെങ്കിൽ കഴുകിക്കളയുവാൻ അല്ലെങ്കിൽ മാനസാന്തരത്തിലേക്ക് തിരിയുവാൻ, പാപത്തെ ഏറ്റുപറയുവാൻ മനുഷ്യന്റെ മനസ്സുണരുമായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ദയ നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ. അപ്പൊ എല്ലാരും ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നത് ദൈവം നമ്മെ നടത്തും. സാധാരണ പറയുന്ന കാര്യമാണ് ദൈവം നമ്മെ നടത്തും, അല്ലേ? യഥാർത്ഥത്തിൽ ദൈവം നമ്മെ നടത്തുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണത്? മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ദൈവം നടത്തുന്നു എന്ന് പറയുന്നത് മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന ആശയത്തിലാണോ? ക്രിസ്തീയ ജീവിത മേഖലയിൽ ദൈവം നടത്തുന്നു എന്ന് പറയുന്നവരാണ് ഏകദേശമുള്ളവര്. പക്ഷേ ദൈവം നമ്മെ മാനസാന്തരത്തിലേക്കാണ് നടത്തുന്നു, മാനസാന്തരത്തിലേക്കാണ് നടത്തുന്നത് എന്ന് എത്ര പേര് പറയും? ഈ റോമലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം ആരും വായിക്കാത്തതുകൊണ്ടാണോ പറയാത്തത്? ഇനി നമുക്കെങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ടോ? നമ്മെ നടത്തുന്നു ദൈവം, പക്ഷെ ദൈവം നമ്മെ നടത്തുന്നത് മാനസാന്തരത്തിലേക്കാണ് നടത്തുന്നത്, അല്ലേ? നമ്മുടെ അജ്ഞതയിൽ നമ്മൾ ദൈവം നടത്തുന്നു എന്ന് പറഞ്ഞാൽ പോരാ. നമ്മുടെ അജ്ഞതയിൽ, അറിവില്ലായ്മയിൽ ദൈവം നമ്മെ നടത്തുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പൊ ദൈവം നമ്മെ എങ്ങോട്ട് നടത്തുന്നു? വിശ്വാസത്തോടുകൂടി എല്ലാവരും ആഘോഷിച്ച് പറയുന്ന വാക്കാണ് ദൈവം നടത്തുന്നു, ദൈവം തന്നെ ജനത്തെ നടത്തുന്നു. ശരിയാ. പക്ഷെ ദൈവം നടത്തുന്ന ജനത്തെ ദൈവം എങ്ങോട്ട് നടത്തുന്നു? റോമലേഖനത്തിൽ പറയുന്നത് 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത് ദൈവം നമ്മെ, ദൈവത്തിന്റെ
ദയ നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തും. Praise the Lord. ഇപ്പൊ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ ജീവനുള്ള ആത്മനിയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കപ്പെടേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അത് പ്രകാശിക്കാതിരുന്നുള്ള അവസ്ഥ എന്തായിരിക്കും? ഇത് എന്തുകൊണ്ടാണ് പ്രകാശിക്കാത്തത്? 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം ചേർത്ത് വായിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രതിമയാകുന്ന ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസിയുടെ മനസ്സ് കുരുടാക്കി. ഹല്ലേലൂയ. മനസ്സ് കുരുടാക്കപ്പെട്ടത് കൊണ്ടാണ് ദൈവം നമ്മെ നടത്തുന്നു എന്ന് പറയുന്നു, പക്ഷേ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് പറയാൻ കഴിയാത്തത്. ഹല്ലേലൂയ. മനസ്സ് കൊണ്ടാക്കപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ മനസ്സ് കൊണ്ടാക്കപ്പെട്ടിരിക്കുന്നു. നാമം ദൈവം നടത്തുന്നു എന്ന് പറയുന്നു, പക്ഷേ മാനസാന്തരത്തിലേക്കാണ് ദൈവം നമ്മെ നടത്തുന്നു എന്നുള്ള തിരിച്ചറിവ് പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മനസ്സും കുരുടാക്കപ്പെട്ടതാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇനി പറയുമ്പോൾ എങ്ങനെ പറയണം? ദൈവം നടത്തുന്നു ആരെങ്കിലും നമ്മോട് പറഞ്ഞാലും, നാം ആരോടെങ്കിലും ദൈവം നടത്തുന്നു എന്ന് പറഞ്ഞാലും നമ്മൾ എങ്ങനെ പറയണം? ദൈവം നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. ദൈവം എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ ദയ നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തും എന്ന് ഏറ്റുപറയാൻ നമുക്ക് സാധിച്ചാൽ എത്ര ഭാഗ്യമാണ്. ഹല്ലേലൂയ. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മാതാപിതാക്കൾ മക്കളോടും അമ്മയപ്പന്മാരോടും ഒക്കെ ഇത് പറഞ്ഞാൽ എല്ലാവർക്കും ആ പ്രകാശനം വ്യാപരിക്കും. പക്ഷെ ഇത് പറയുമ്പോൾ പറയുവാനൊരു സംസ്കാരം വേണം. അത് കേൾക്കുന്നവർ കേട്ട് ഗ്രഹിക്കുവാൻ അല്ലെങ്കിൽ ഏറ്റുപറയുവാൻ തക്കവണ്ണമുള്ള ഒരു സംസ്കാരം മനസ്സും വേണം. അല്ലല്ലേ? ചില ആൾക്കാരത്തെ വചനങ്ങളെ പറയും, ദൈവവചനത്തെ കുറിച്ചുള്ള പ്രബോധനത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ പറയുമ്പോൾ അവര് ചോദിക്കുന്നത് ഇത് എന്താ പറയുന്നത്, നമുക്കൊന്നും മനസ്സിലാവില്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്, നമുക്കൊന്നും മനസ്സിലാവില്ല. എന്താ മനസ്സിലാവാത്തത്? മനസ്സില്ല. മനസ്സില്ലാത്തത് മനസ്സിലാവണില്ല. മനസ്സില്ല. ഇനി എന്ത് ചെയ്യണം? മനസ്സിനുവേണ്ടി പ്രാർത്ഥിക്കണം. മനസ്സിനുവേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. മനസ്സിലായോ എന്ന് ചോദിച്ചാൽ അർത്ഥം എന്താണ്? മനസ്സിലായോ? മനസ്സിനകത്തായോ? മനസ്സിനകത്താകണമെങ്കിൽ മനസ്സ് വേണം. മനസ്സെന്ന് പറഞ്ഞ ഒരു പാത്രമായിട്ട് ഉപമിക്കാൻ വേണമെങ്കിൽ അല്ലേ? കുറച്ച് വെള്ളം എടുത്ത് പാത്രത്തിൽ ഒഴിച്ചു വയ്ക്കുക. ആ പാത്രം ഉണ്ടെങ്കിൽ ഒഴിച്ചു വയ്ക്കാൻ പറ്റും. ഇപ്പൊ മനസ്സുണ്ടെങ്കിൽ അതിനകത്ത് ശേഖരിക്കാൻ പറ്റും. സ്തോത്രം. മനസ്സുണ്ടെങ്കിൽ അതിനകത്ത് ശേഖരിക്കാൻ പറ്റും. തിരിച്ചറിവ്. അത് മനസ്സിലായോ? മനസ്സുണ്ടെങ്കിലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മനസ്സിൽ ആക്കുക, അതിൽ ശേഖരിക്കുക, മനസ്സിൽ അതിൽ നിറച്ചു വെക്കുക. ഹല്ലേലൂയ. ഇനി നിറച്ചു വെച്ചാൽ മാത്രം പോരാ. ആ മനസ്സ് എങ്ങനെയുള്ളതായിരിക്കണം? വിശാലമായിരിക്കണം. സാന്തരം എന്ന് പറഞ്ഞാൽ സാന്തരം, മനസാന്തരം. അന്തരം വലുത്, വിശാലം അല്ലേ? മാനസാന്തരം എന്ന് പറഞ്ഞാൽ മനസ്സിന് എന്ത് വരണം? വിശാലത വരണം. മാനസാന്തരം കഴിഞ്ഞു. ദൈവരാജ്യം സമീപിച്ചിരിക്കൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി എന്ന് പറഞ്ഞാൽ മനസ്സ് വിശാലമായ, മനസ്സ് വലുതായി മാറണം. ഹല്ലേലൂയ. അപ്പൊ എന്നാൽ മാത്രമേ വിശ്വാസത്തിന് അതിനകത്ത് പ്രവേശിക്കാൻ പറ്റൂ. അപ്പൊ എന്ന് പറയുമ്പോൾ ഇവിടെ പറയും ദൈവത്തിന്റെ ദയ നമ്മെ നടത്തുന്നു. അനേകം പറയും ദൈവം ദയ ചെയ്തു, ദൈവം എന്നോട് ദയ കാണിച്ചു, അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റു. ദൈവം ദയ കാണിച്ചു, അതുകൊണ്ട് ഇന്ന അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ദൈവം എന്നോട് ദയ കാണിച്ചു, അതുകൊണ്ട് ഇന്ന രോഗത്തിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടി എന്നൊക്കെ അനേകർ മനുഷ്യത്തിൽ പറയാറുണ്ട്. പക്ഷേ അതെല്ലാം ഒരു സൈഡിൽ അല്ലെങ്കിൽ മാനുഷിക ജ്ഞാനത്തിൽ അങ്ങനെ പറഞ്ഞാൽ മറു സൈഡ് ദൈവത്തിന്റെ ദയ
നമുക്കൊരു രോഗസൗഖ്യം തരുന്നതിനേക്കാൾ, ഒരു അപകടത്തിൽ നിന്ന് വിടുവിക്കുന്നതിനേക്കാൾ, ഇതൊക്കെ ആവശ്യമാണെങ്കിലും അതിനേക്കാളും എത്രയോ വലുതാണ് നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നത്. ഹല്ലേലൂയ. മാനസാന്തരത്തിലേക്ക് നടത്തപ്പെടുന്നു എങ്കിൽ മാത്രമേ അശുദ്ധി കഴുകിക്കളയേണ്ട ബോധമുണ്ടാവൂ. അതിന് ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മളൊക്കെ പരദേശികളായി പാർക്കുന്ന വീടുകളിൽ പാർക്കുന്നവരാണ്, താമസിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി ഇടുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അതിനൊരു മനസ്സ് വേണം. വൃത്തിയാക്കിയിട്ട് ഒരു മനസ്സ് വേണം, അല്ലേ? ചില ആൾക്കാർ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു വീട്ടിൽ പോകുമ്പോൾ അറിയാം അവിടെ താമസിക്കുന്നവരുടെ മനസ്സ് എങ്ങനെ ഇരിക്കും. ഇപ്പൊ നല്ല വൃത്തിയായിട്ടൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പരിസരം, വീടിന്റെ അന്തരീക്ഷമൊക്കെ ആണെങ്കിൽ ആ വീടിനകത്ത് വസിക്കുന്നവരുടെ മനസ്സും അതേപോലെ വൃത്തിയുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ വീട്ടിനകം മാത്രമല്ല, റൂമിനകം അങ്ങനെയാണ്, ബെഡ്റൂമിനകം അങ്ങനെയാണ്, മാത്രമല്ല അടക്കളക്കകത്താലും അങ്ങനെ തന്നെയാണ് വൃത്തി. മാത്രമല്ല ഫ്രിഡ്ജ് എന്ന് പറയുന്നൊരു സംഭവം ഏകദേശം വീടുകളുണ്ടല്ലോ, അതിനകത്ത് നോക്കിയാലും അങ്ങനെയാണ്. സ്തോത്രം. ഫ്രിഡ്ജ് എന്ന് പറയുന്നത് തണുപ്പിക്കുന്ന സാധനമാണ്, അല്ലേ? സാധനങ്ങളെ തണുപ്പിക്കുന്ന, അല്ലെങ്കിൽ കേട് വരുത്താതെ സൂക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മനസ്സ് എന്ത് ചെയ്യണം? കേട് വരാൻ സൂക്ഷിക്കണം. കേട് വരാൻ സൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ തണുപ്പ് വേണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമാണ് നമ്മെ തണുപ്പിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മളെ തണുപ്പിക്കുന്നു. 19-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം, അത് ദൈവത്തിന്റെ ന്യായപ്രമാണം തികവുള്ളത്. ആ ദൈവത്തിന്റെ ന്യായപ്രമാണം തികവുള്ളത് അത് പ്രാണനെ തണുപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ പ്രാണന്, മനസ്സിന്, ആത്മാവിന് തണുപ്പുണ്ടെങ്കിൽ അവിടെ വൃത്തിയായിരിക്കും. തണുപ്പെന്ന് പറയാൻ മരവിപ്പിക്കുന്ന കാര്യമല്ല പറയുന്നത്, കേട് വരുത്താത്ത വിധത്തിലുള്ള കാര്യമാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ ദയ നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കേടുപാടുകളെല്ലാം തിരുത്തിയെടുക്കുവാൻ വേണ്ടി ദൈവം നടത്തുകയാണ്. നമ്മുടെ മനസ്സിലുള്ള കേടുപാടുകളെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ദൈവം നടത്തുന്നത്. നമ്മുടെ മനസ്സിൽ കേടുപാടുകളുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. എന്നെ പെട്ടെന്ന് പറയാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇയാൾക്ക് രോഗമുണ്ടോ? ഇല്ല, എനിക്ക് രോഗമില്ല. പക്ഷെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലോ, പല വിധത്തിലുള്ള രോഗങ്ങൾ ഓരോ മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. സ്തോത്രം. അത് രോഗപ്രതിരോധം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു? മാറിയത് ക്രമീകരിക്കപ്പെട്ടു പോകുന്നെന്ന് മാത്രം. എപ്പോഴാണ് പ്രതിവിധിയില്ലാത്ത അനുഭവം വരുന്നുവോ, സ്തോത്രം, അപ്പോൾ ആ രോഗം എന്ത് ചെയ്യും? പ്രകടമായി മാറും. അപ്പൊ എന്ന് പറയുന്ന പോലെയാണ് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമ്മൾ ഈ ശുദ്ധീകരണം പ്രാപിച്ചും, വചനം വായിച്ചും പ്രാർത്ഥിച്ചും വചനം ധ്യാനിച്ചും വചനം പ്രബോധിപ്പിച്ച് പാപത്തിന്റെ പരിഹാരം പ്രാപിച്ച് മുന്നോട്ട് പോയാൽ, സ്തോത്രം, അത് പ്രകടമായി മാറില്ല. ഇല്ലെങ്കിൽ പാപം പ്രകടമായി മാറും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിൽ വെച്ച് എന്ത് ചെയ്യണം? പാപ സ്വഭാവങ്ങളെ ഛേദിച്ച് നിർമൂലമാക്കി കളയണം. അതിനുവേണ്ടി എന്നോട് പറയുന്നത്, ദൈവത്തിന്റെ ദയ നമ്മെ നെയ്യാറ്റിൻകരയിലേക്കോ, തിരുവനന്തപുരത്തിലേക്കോ, കോട്ടയത്തിലേക്കോ, തിരുവല്ലയിലേക്കോ അങ്ങോട്ടാണ് നടത്തുന്നത്. ദൈവത്തിന്റെ ദയ നമ്മെ നടത്തുന്നത് മാനസാന്തരത്തിലേക്കാണ്. അതിന്റെ അർത്ഥം നമ്മുടെ മാനസാന്തരത്തിൽ എത്തിച്ചേർന്നിട്ടില്ലെന്നാണ്. അപ്പൊ മാനസാന്തരം പെട്ടോ? അതുകൊണ്ട് യാത്ര തുടങ്ങിയതേ ഉള്ളൂ, പെട്ടില്ല. മാനസാന്തരത്തിന് തുടക്കമാണ്. എല്ലാരും പറയും അതേ
സ്നാനപ്പെട്ടു, നമ്മൾ രക്ഷിക്കപ്പെട്ടു. സ്തോത്രം. ഞാൻ പലരോട് ഇങ്ങനെ ചോദിക്കാൻ അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ചിലർക്ക് രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടോ? ഞാൻ ചോദിക്കാറ്, രക്ഷിക്കപ്പെട്ടെങ്കിൽ സ്നാനപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെട്ടു. അപ്പൊ രക്ഷിക്കപ്പെട്ടെങ്കിൽ പിന്നെ സ്നാനപ്പെട്ട കാര്യമുണ്ടോ? അപ്പൊ 2 പ്രാവശ്യം രക്ഷിക്കപ്പെട്ടു. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, വായ കൊണ്ട് ഏറ്റു പറയുന്നു, രക്ഷിക്കപ്പെട്ടു. ഇനി അടുത്ത പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടും, അപ്പോൾ രക്ഷിക്കപ്പെടും. 2 പ്രാവശ്യം രക്ഷിക്കപ്പെട്ടു. എന്നാൽ അതേ ശുശ്രൂഷകരുടെ പറയുകയും ചെയ്യും, രക്ഷ ഒന്നേ ഉള്ളൂ, ഒരിക്കലായിട്ടാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെയൊക്കെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല, അതിനപ്പുറമായിട്ട് നമ്മളെ തന്നെ ശോധന ചെയ്ത് വചനത്തിൽ കൂടി ശോധന ചെയ്യണം. യഥാർത്ഥത്തിൽ നമ്മൾ മാനസാന്തരപ്പെട്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ യേശുക്രിസ്തു രക്ഷകനായി നമ്മൾ ഏറ്റുപറഞ്ഞു, സ്വീകരിച്ചു. അത് യഥാർത്ഥത്തിലാണോ ഏറ്റുപറഞ്ഞത്? അതോ ആരോഗ്യ നിർബന്ധം കൊണ്ട്, അല്ലെങ്കിൽ പേടി കൊണ്ട്, വചനം കേട്ടപ്പോ ഇങ്ങനെ നരകത്ത് പോകുന്നുള്ള പേടി കൊണ്ട്, അല്ലെങ്കിൽ രോഗിയായി കിടന്നു ഞാൻ മരിച്ചു എന്നുള്ള പേടി കൊണ്ട്, അങ്ങനെയൊക്കെയാണ് ഏറ്റു പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എങ്ങനെയാണ് ഏറ്റു പറഞ്ഞിട്ടുള്ളതെന്ന് ആരറിയുന്നു? ഹൃദയങ്ങളെ, അന്തേന്ദ്രിയങ്ങളെ, ഉത്ഭവങ്ങളെ ശോധന ചെയ്ത ദൈവം അറിയുന്നു. എന്നാൽ നമ്മെ വീണ്ടും ഭൂമിയിൽ വെച്ചിരിക്കുന്ന എന്തിനു വേണ്ടി അറിയാമോ? യഥാർത്ഥത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടോ ശോധന ചെയ്യാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടോ എന്ന് ശോധന ചെയ്യാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ വിശ്വസിച്ചുവോ എന്ന് ശോധന ചെയ്യാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ദൈവത്താൽ നടത്തപ്പെടുന്നവരാണോ എന്ന് ശോധന ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ശോധന ചെയ്ത് വരുമ്പോൾ നമ്മുടെ അശുദ്ധികളെല്ലാം തെളിഞ്ഞു വരും. ആ അശുദ്ധികളെല്ലാം കഴുകിക്കളയണം. പ്രാർത്ഥനയാലും, വചനത്താലും, വചനധ്യാനത്താലും, കഷ്ടതയാലും, സ്തോത്ര ഉപവാസത്താലും, തമ്മിൽ പ്രബോധനത്താലും, പല അനുഭവങ്ങളിൽ കൂടി നമ്മുടെ പാപങ്ങൾ എന്ത് ചെയ്യണം? കഴുകിക്കളയണം. അതിന് വേണ്ടി തന്നെയാണ് സ്തോത്രം ദൈവം നമ്മെ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. ഒപ്പം കർത്താവിന്റെ സാക്ഷിയാകാം, ദൈവരാജ്യത്തിന്റെ സാക്ഷിയാകാം. അപ്പൊ അവിടെ വായിക്കുന്നത് ദൈവത്തിന്റെ ദയ നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. ദൈവത്തിന്റെ ദയ നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതിരിക്കരുത്. ദൈവത്തിന്റെ ദയമൻ നമ്മെ നടത്തുന്നത് മാനസാന്തരത്തിലേക്കാണ് എന്ന് നമ്മൾ അറിയാതിരിക്കുന്നുവെങ്കിൽ നമ്മുടെ രക്ഷ അവിടെ അസ്തമിക്കുകയാണ്. നമ്മുടെ മാനസാന്തരം അവിടെ അസ്തമിക്കുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിതം അവിടെ അസ്തമിക്കുകയാണ്. അതോടുകൂടി നമ്മൾ കുരുടാക്കപ്പെടുകയാണ്. നമ്മുടെ മനസ്സ് കുരുടാക്കപ്പെടുന്നു. നമ്മുടെ മനസ്സ് മരവിക്കുന്നു, വരണ്ടു പോകുന്നു. പിന്നെ വളർച്ചയില്ലാത്ത അനുഭവമാകുന്നു. പിന്നെ ഒറ്റ വിളികളുള്ളൂ, കർത്താവ് കർത്താവ് വിളികൾ മാത്രമേ ഉള്ളൂ. അതിന് യേശു പറഞ്ഞു, കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. ഒന്നുകൂടെ എടുത്തു പറയുന്നു, ഏവളുമല്ല. കർത്താവെ വിളിക്കുന്ന ഏവനുമല്ല, ബ്രാക്കറ്റിൽ ചേർത്ത് പറയാണ്, ഏവളുമല്ല. പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. ഹല്ലേലൂയ. പിതാവിന്റെ ഇഷ്ടം തിരിച്ചറിയത് എങ്ങനെ? ഇവിടെ അങ്ങോട്ടൊരു ആയുധം, അവിടെ ഇങ്ങോട്ടൊരു ആയുധം, തമ്മിൽ ആയുധം അടിച്ചുകൊണ്ടിരിക്കുക. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നടത്തുന്നു എന്നറിയണം. ഈ അറിവ് പ്രാപിക്കാൻ വേണ്ടിയാണ് ആരാധനാലയത്തിൽ കൂട്ടായ്മയിൽ നമ്മൾ കടന്നു പോകുന്നതും പോകേണ്ടത്. ഇന്നലെ പിതാവിന് ഇഷ്ടം അറിയാൻ പറ്റുള്ളൂ. ഇത് പിതാവിന്റെ ഇഷ്ടം കൂടിയാണ് നമ്മെ മാനസാന്തരത്തിൽ നടത്തുന്നത്. അതാണ് ഭക്തന്മാര് പറയുന്ന ദൈവത്തിന്റെ ദയ നിരന്തരമാകുന്നു. അർത്ഥം നമ്മുടെ മാനസാന്തരവും നിരന്തരമായിരിക്കണം. ദൈവത്തിന്റെ രാവിലെ തോറും പുതിയതാകുന്നു. അർത്ഥം നമ്മുടെ മാനസാന്തരവും രാവിലെ തോറും പുതുക്കപ്പെടണം, പുതുക്കം പ്രാപിക്കണം. ഹല്ലേലൂയ. അതിന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്,
അത് പഴയ നിയമത്തിലെ ദയ അത് വേറെയാണ്. പുതിയ നിയമത്തിലെ ദയ അത് മറ്റൊന്നാണ്. പറയുന്നവര് പറഞ്ഞോട്ടെ. പക്ഷെ എന്നെ സംബന്ധിച്ച് ദൈവത്തിന്റെ ദയ ഭക്തന്മാർ പഴയ ഭക്തന്മാർക്കുള്ളതും അവരെ മാനസാന്തരത്തിലേക്ക് നടത്താൻ വേണ്ടിയുള്ളത് തന്നെയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ദയ അപ്പോസ്തലന്മാർക്ക് കൊടുത്തതും അവരെ മാനസാന്തരത്തിലേക്ക് നടത്താൻ വേണ്ടി തന്നെയാണ്. നമുക്ക് തന്നിരിക്കുന്നതും നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്താൻ വേണ്ടി തന്നെയാണ്. ഹല്ലേലൂയ. അതിന് യാതൊരു തർക്കവുമില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ തർക്കമുള്ളവർക്ക് അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ദൈവം ഇന്നലെ ഇന്ന് എന്നേക്ക് അനന്യമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ദയയും ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെയാണ്. അക്കാര്യത്തിൽ ആരൊക്കെ ഏത് വിധത്തിലാണ് വളച്ചൊടിക്കുന്നവർ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു തങ്ങളുടെ നാശത്തിനായിട്ട് അവർ വളച്ചൊടിക്കുന്നു. ഹല്ലേലൂയ. അവരെ പോറ്റിക്കളയുന്നു. എന്ന് വേണ്ടി അവർ രക്ഷയ്ക്ക് വേണ്ടിയല്ല, അവരുടെ നാശത്തിന് വേണ്ടി. ആരാണ് വചനത്തെ പോട്ടുന്നത്? വളച്ചൊടിക്കുന്ന ആരാണ്? അക്രൈസ്തവരാണോ? നാമക്രിസ്ത്യാനികളാണോ വളച്ചൊടിക്കുന്നത്? ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അപ്പോസ്തലന്മാരെന്ന് പറയുകയും അപ്പോസ്തലന്മാർ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരൊക്കെ വളച്ചൊടിക്കുന്നു. അതെല്ലാം വചനത്തെ വേർതിരിച്ച് കീറി മുറിച്ച് ആ തലമുടിയെ കീറുന്നത് പോലെ വചനത്തെ കീറി മുറിച്ച് കളയും. വചനത്തെ കീറി മുറിക്കാനുള്ളതല്ല, വചനത്തോട് വചനം ചേർക്കാനുള്ളത്, സത്യത്തോട് സത്യം ചേരാനുള്ളതാണ്. ഹല്ലേലൂയ. സത്യത്തോടും സത്യം ചേർന്ന് വന്നാലേ നമ്മുടെ അസത്യം വെളിയിൽ വരും. നമ്മുടെ അശുദ്ധി തിരിച്ചറിയും, നമ്മളിലുള്ള അസത്യം തിരിച്ചറിയും. അപ്പോഴാണ് നമുക്ക് മാനസാന്തരത്തിന്റെ തുടക്കം വീണ്ടും തുടങ്ങുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ കർത്താവ് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യമാണെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടി ദൈവം വെളിപ്പെടുത്തുന്ന ദയയും ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യമാണ്. അത് മാറ്റമില്ലാത്തതാണ്. ദൈവഭക്തന്മാർക്ക് പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയ ദയ അവരെ മാനസാന്തരത്തിലേക്ക് നടത്താൻ തന്നെയാണ്. യേശുക്രിസ്തുവിൽ കൂടി വെളിപ്പെട്ട ദൈവത്തിന്റെ ദയയും നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്താൻ തന്നെയാണ്. അല്ല പണം ഉണ്ടാക്കാൻ വേണ്ടിയോ അല്ലെ അമേരിക്കയിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ നടത്താൻ വേണ്ടിയുള്ള അല്ല ദൈവത്തിന്റെ ദയ, നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്താൻ വേണ്ടിയുള്ളതാണ്. ഈ തിരിച്ചറിവ് ആവശ്യമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ കഴിയില്ല. പരിജ്ഞാനപൂർത്തി നമ്മൾ പ്രാപിക്കണം, പരിജ്ഞാനത്തിൽ തുടങ്ങണം, അതിന്റെ പൂർത്തിലേക്ക് എത്തിച്ചേരണം. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. അർത്ഥം നമ്മൾ അത്ഭുത പ്രകാശത്തിലേക്ക് എത്തി എന്നല്ല. അതിന്റെ അർത്ഥം അന്ധകാരത്തിൽ വിളിച്ചിരിക്കുന്നു, പക്ഷേ ഇനി യാത്രയാണ്. ആ യാത്രയിലാണ് ഈ മാനസാന്തരം, ആ യാത്രയിലാണ് ഈ നടപ്പ്. ഈ നടപ്പിൽ കൂടിയാണ് ഈ മാനസാന്തരം ജീവിതത്തിൽ വരാനുള്ളത്. വായിക്കാം. നമ്മെ മാനസാന്തരത്തിൽ നടത്തുന്നു എന്നറിയാതെ ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ ക്ഷമ, ദൈവത്തിന്റെ ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം എന്ത് ചെയ്യുന്നു? എങ്ങനെയാണ് നിരസിക്കുന്നതെന്ന്? ദൈവത്തിന്റെ ദയ എന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ മാത്രം പോരാ, അതിന് കൂട്ടവകാശിയാകാതിരുന്നാൽ അടുത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിരസിക്കുക. ദൈവത്തിന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി, ഈ ഐശ്വര്യം ഞാൻ നിരസിക്കുക. ക്രൈസ്തവ ജീവിതത്തിൽ ആർക്കായാലും ഈ അബദ്ധം പറ്റരുതെന്നാണ്. ദൈവത്തിന്റെ ദയ, ക്ഷമ, ദയ നമ്മെ മാനസാന്തരത്തിൽ നടത്തും. മാനസാന്തരത്തിലേക്ക് നമ്മൾ നടക്കുന്നു എങ്കിൽ ക്ഷമ ലഭിക്കും. ആ ക്ഷമ നമുക്ക് ലഭിക്കുന്നു എങ്കിൽ നമ്മുടെ ദീർഘക്ഷമയ്ക്ക് അവകാശിയാണ്. ആത്മാവിന്റെ ഫലത്തിൽ ഒന്നാണ് എന്താണ്? ദീർഘക്ഷമ. നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ അല്ലെ നമ്മളിൽ പെട്ടവരെ സംബന്ധിച്ചാണെങ്കിൽ ഇങ്ങനെ അഭിനയിച്ച് കാണിക്കും ദീർഘക്ഷമ. പക്ഷെ ഉള്ളിലാണെങ്കിലോ കല്ല് കനമുള്ളത്, മണൽ ഭാരമുള്ളത്, മോശന്റെ നീരസമോ ഇവ രണ്ടിനേക്കാളും ഖനമേറിയത്. മനസ്സാണെങ്കിൽ കനത്താൽ നിറയും. പക്ഷെ പുറമെ ദീർഘക്ഷമ ഇങ്ങനെ അഭിനയിച്ച് കാണിക്കും. ഈ അഭിനയിച്ച് കാണിക്കുന്നത് ആർക്കറിയാൻ പറ്റും?
അന്തേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന, ഉത്ഭവങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിനറിയാൻ പറ്റും. ദൈവത്തിനറിയാം. ഇനി ആർക്കറിയാൻ പറ്റും? ഈ ദൈവത്തിന് ദയക്കായി പ്രത്യാശിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ആരുടെ ഉള്ളിലെല്ലാം ഈ കരമുണ്ടാവും. ആരുടെ ഉള്ളിലെല്ലാം ഈ കലമുണ്ടെന്ന് അങ്ങനെയുള്ളവർക്ക് അറിയാൻ പറ്റും. അങ്ങനെയൊക്കെ അറിഞ്ഞു വരുമ്പോഴേ അവരുടെ ശാസ്ത്രജ്ഞന്മാരാണ്. ദൈവ വിഷയമായിട്ട് അവര് ശാസ്ത്രജ്ഞന്മാരാണ്. ഹല്ലേലൂയ. ആ ഒരു ആത്മീയ അന്തരീക്ഷത്തിലേക്ക്, ആത്മീയ വളർച്ചയിലേക്ക്, ആത്മീയ ഉത്തരവാദിത്വത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യേണ്ടത് നമ്മളിലുള്ള ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. നമ്മൾക്ക് ദൈവത്തെ ചെയ്യിപ്പിക്കും. അതിലോകമായി ഈ ലോകത്തിൽ ഒഴുകുന്ന സകല ഉയർച്ചകളെ പിടിച്ചടക്കത്തക്കതായ അഭിഷേകം ഈ നാളുകളിൽ ദൈവാത്മാവിന്റെ നിയോഗത്താൽ നാം പ്രാപിച്ചെടുക്കുമെന്നൊക്കെയാണ് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഈ ദിവസത്തിൽ നമ്മോട് ഇടപെടുമ്പോൾ, നമ്മോട് മാത്രമല്ല സർവ്വ ലോകത്തോട് ഇടപെടുമ്പോൾ അതിനോട് നാം പ്രതികരിക്കുക. ആ പരിശുദ്ധാത്മാവിനോട് നാം ഏറ്റു നിൽക്കുക, ഒത്തു നിൽക്കുക. നമ്മുടെ മനസ്സ് പുതുക്കപ്പെടുക. വായിക്കാം. ദൈവത്തിന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം. ഐശ്വര്യമാണ് കേട്ടോ. അപ്പോൾ ഐശ്വര്യമായ ദൈവം തന്നെ അനുഗ്രഹിക്കുന്നത് എന്താണ്? സമ്പത്ത് നമ്മൾ അനുഗ്രഹിക്കുന്നതാണോ? ഡോളർ നമ്മൾ അനുഗ്രഹിക്കുന്നതാണോ? ഐശ്വര്യം എന്താണ്? ഐശ്വര്യം അല്ല, ഐശ്വര്യമായ ദൈവം അനുഗ്രഹിക്കുന്നതൊക്കെ പറഞ്ഞ് അനേകർ പ്രാർത്ഥിക്കാറുണ്ട്. അവരെന്താ ഉദ്ദേശിക്കുന്നത്? ഈ ലോകത്തിന്റെ അനുഗ്രഹം. പക്ഷെ ബൈബിളിൽ പറയുന്ന ഐശ്വര്യം എന്താണ്? ദൈവത്തിന്റെ ദയ നമ്മുടെ ഐശ്വര്യമാണ്. ആ വീട് എന്തൊരു ഐശ്വര്യം! ആ വീട്ടിലുള്ളവർ എന്തൊരു ഐശ്വര്യം! ലോകപ്രകാരം സ്വഭാവത്തിൽ അനേകർ അങ്ങനെ പറയാറുണ്ട്. ഇടപെടൽ എന്തൊരു ഐശ്വര്യം! ലോകപ്രകാരം ഇടപെടൽ സ്വഭാവങ്ങൾ കണ്ടിട്ട് അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ബൈബിളിൽ പറയുന്ന ഐശ്വര്യം അതല്ല. ദൈവത്തിന്റെ ദയ ഐശ്വര്യമായ ദയാണ്. സ്തോത്രം. അത് പറഞ്ഞ് അറിയിക്കുവാനോ വർണ്ണിക്കുവാനോ പറ്റാത്ത വിധത്തിലുള്ള ഐശ്വര്യമാണ്. ഐശ്വര്യത്തിന് മറ്റൊരു വാക്ക് സൗന്ദര്യം. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്നാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. ഐശ്വര്യമായി അനുഗ്രഹിക്കും. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് പ്രകാശിക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ വന്ന് പറ്റുന്നത് ഒന്നാമത് ദയയായി വന്ന് പറ്റുന്നു. ആ ദയ നമ്മെ മാനസാന്തരത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ പാപത്തെ കുറിച്ച് നമ്മുടെ ബോധമുള്ളവരായി മാറുന്നു. പാപത്തെ ഏറ്റുപറയുന്നവരായി മാറുന്നു. യേശു ക്രിസ്തുവിനെ കൂടി പാപത്തിന് ക്ഷമ പ്രാപിക്കുന്നവരായി മാറുന്നു. അങ്ങനെ ദൈവത്തിൽ നിന്നുള്ള സിയോനിൽ നിന്നുള്ള ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ പ്രാപിപ്പനിടയായി. അതൊന്നും ഭൗതിക അനുഗ്രഹത്തെ കുറിച്ചല്ല പറയുന്നത്. എല്ലാ ആത്മീയ പ്രതീക്ഷയാണ്, ആത്മീയ പ്രത്യാശയാണ്. ഇതൊന്നും കാഴ്ചയാലുള്ളത് അല്ല, ഇതെല്ലാം കാഴ്ചയാൽ അല്ലാത്തതാണ്, വിശ്വാസത്താലാണ്. ഇതൊക്കെ നമ്മൾ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം നമ്മൾ പ്രാപിക്കണം, ഉണരണം, ശക്തിപ്പെടണം. അപ്പൊ ദൈവത്തിന്റെ ദയ, ക്ഷമ ഐശ്വര്യമാണ്. ദൈവം നമുക്ക് തന്ന ഐശ്വര്യമാണ് ക്ഷമ. ഈ ക്ഷമ നമ്മൾ പ്രാപിച്ചെടുക്കാൻ മനസ്സ് തിരിച്ചില്ലെങ്കിലോ ദൈവത്തിന്റെ ഐശ്വര്യമാണ് ഈ ക്ഷമ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ ക്ഷമ നമ്മൾ പ്രാപിച്ചില്ലെങ്കിൽ ഐശ്വര്യം തള്ളിക്കളയ. ഈ ക്ഷമ നമ്മൾ പ്രാപിച്ചെടുക്കണമെങ്കിൽ ചുമ്മാതെ ക്ഷമിക്കില്ല. ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, ദൈവം നമ്മോട് ക്ഷമിച്ചില്ലെങ്കിൽ നമ്മൾ ഇതിന് എന്നേ മരിച്ചു മൺമറഞ്ഞു പോകുമായിരുന്നു. ഈ മരിച്ചു മൺമറഞ്ഞു പോകുന്നത് ദീർഘക്ഷമയിൽ വരുന്നതല്ല, നിത്യക്ഷമയിൽ വരുന്നതല്ല, മരിച്ചു മൺമറഞ്ഞു പോകാതിരിക്കുന്നത്. അത് മാനസാന്തരത്തിന് വേണ്ടി മാത്രമാണ് വിട്ടുവീഴ്ച തന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം ക്ഷമയെന്നല്ല, അത് വിട്ടുവീഴ്ച മാത്രമാണ്. ഉദാഹരണമായി പറഞ്ഞ ചൂണ്ട കൊലപ്പെടുന്നവർക്കറിയാം, ചൂണ്ടയിടുന്നവർക്കറിയാം. മീന് കൊത്തുമ്പോൾ അല്പം ചെറുപ്പം അങ്ങോട്ട് വിട്ടു കൊടുക്കും. അതിന്റെ അർത്ഥം എന്താ? ക്ഷമയുണ്ടോ? അതിന് ചെറിയ വിട്ടുവീഴ്ചയാ. എന്തിനാ? ഒറ്റപ്പടി അടുത്ത് പിടിക്കാൻ വേണ്ടിയാണ്. കാരണം ഈ കൊത്തിയ ഈ ചൂണ്ടയിൽ കുറിപ്പിട്ട ആ ആഹാരം അത് കൊത്തിയെടുത്തു.
അത് ചൂണ്ടയോടുകൂടി അതിന്റെ തൊണ്ടയ്ക്കടുത്തേക്ക് പോകുന്നത് വിട്ടുകൊടുക്കും. അത് ഒറ്റപ്പിടി. അപ്പൊ ഇതുപോലെ ദൈവം പറഞ്ഞിട്ട് ചൂണ്ടയിട്ട് പിടിക്കുന്നു പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ മാനസാന്തരത്തിലേക്ക് തിരിയാത്തവരെല്ലാം എന്ത് ചെയ്യും? ചൂണ്ടലിട്ട് പിടിക്കും. അങ്ങനെ ചൂണ്ടലിട്ട് പിടിക്കുന്നതിനേക്കാളും നമ്മൾ നേരത്തെ മാനസാന്തരത്തിലേക്ക് തിരിഞ്ഞ് അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കണല്ലേ നല്ലത്. ഈ മാനസാന്തരത്തിലേക്ക് തിരിയാൻ ആരെങ്കിലും നേരെ വിപരീതമായിട്ട് തിരിഞ്ഞു പോയി ആൾക്കാർ അത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട്. നല്ല കാര്യമാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ പ്രാർത്ഥിക്കുന്നത് കഠിനത കൂടുതലായിരിക്കും, ശിക്ഷ കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ ദൈവം കുരുപ്പെട്ട് പിടിക്കേണ്ടി വരും. പിന്നെ മറ്റു ഉപദേശിച്ചാണ് നമ്മളെ ഉപദേശിക്കാനാക്കിയിരിക്കുന്നത്. നമ്മൾ ഉപദേശിച്ച് പ്രബോധിപ്പിച്ച് മടക്കി കൊണ്ടുവന്ന ദൈവത്തിന്റെ ശിക്ഷ ഏറ്റുവായിക്കേണ്ടി വരില്ല. ദൈവത്തിന്റെ ദൈവ ശിക്ഷിച്ചാണല്ലോ. ദൈവത്തിന് ബോധിച്ചതുപോലെ ശിക്ഷിക്കും. ദൈവം ഇങ്ങനെയൊക്കെ എന്തിനാ ശിക്ഷിക്കുന്നത്? ആര് നിലനിൽക്കുന്നൊക്കെ ചോദിക്കാനേ പറ്റുള്ളൂ.